ഹരിയേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. ഞാൻ തെറ്റുകാരനാ. പരിഹാരം കാണാൻ കഴിയാത്ത തെറ്റാ ഞാൻ ചെയ്തത്. പക്ഷേ അതൊന്നും എന്റെ മാത്രം തീരുമാനങ്ങളായിരുന്നില്ല. ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്യുമ്പോ മൈനയെ വഞ്ചിക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു രണ്ടുപേർക്കും. പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ആളുകൾക്ക് മുന്നിൽ മാനസ ഒരു പുരുഷനെ മുറിയിലൊളിപ്പിച്ച ചീത്ത പെണ്ണായിട്ട് മുദ്ര കുത്തുമെന്ന് തോന്നിയപ്പോ വേറെ മാർഗങ്ങളില്ലായിരുന്നു. മൈനെ നിർബന്ധിച്ചിട്ടാ ഞാൻ മാനസയെ കല്യാണം കഴിച്ചത്. അർത്ഥബോധാവസ്ഥയിൽ കുഞ്ഞിന്റെ അച്ഛനെന്ന് പറഞ്ഞ് നിന്റെ പേരവള് മന്ത്രിച്ചപ്പോ പേടിച്ചു പോയി. ഇതൊന്നും ഒരു ന്യായീകരണമല്ല. അതെനിക്കറിയാം. മൈന ഗർഭിണിയായിരിക്കുമെന്ന് ചിന്തിച്ചതേയില്ല ഞാൻ. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ മൈന എത്ര നിർബന്ധിച്ചാലും എന്ത് തന്നെ സംഭവിച്ചാലും മാനസയെ കല്യാണം കഴിക്കില്ലായിരുന്നു. മാനസയുടെ മുറിയിലാ ഞാൻ ഏറ്റവും കൂടുതൽ ഒളിച്ചു താമസിച്ചത്. പക്ഷേ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പോലും തെറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് 3-4 ദിവസമാ മൈനയെ അടുത്തറിയുന്നത്, സംസാരിക്കുന്നത്. അതിനിടയിൽ എപ്പോഴോ പറ്റിയൊരു തെറ്റ്. മതി പറഞ്ഞത്. ഇനി പറഞ്ഞാൽ എന്റെ സമീപനം പോകും എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഒരാളെ കൊന്നിട്ട് വന്നാലും ഞങ്ങളോട് പറയണം. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചിരിക്കും. ഏയ്, ഇത് അത്രയ്ക്കൊന്നും ഇല്ല ചേച്ചി. മൈനയ്ക്ക് ബോധം തെളിഞ്ഞപ്പോ ഹരിശങ്കറിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണുമ്പോ അവൾ ഭയപ്പെടുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ മൈന തിരിച്ചിങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അത് നല്ലതല്ലേ, രക്ഷപ്പെട്ടില്ലേ നമ്മള്? ഇല്ല, അവളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. ഇതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എന്താ നീ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്? ഒന്നും പറയാൻ സമയമായിട്ടില്ല ചേച്ചി. എന്റെ കുഞ്ഞ് അവളുടെ വയറ്റില്. അല്ല, അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് അവളുടെ മാത്രം കുഞ്ഞാ. അതിനെ അബോർട്ട് ചെയ്യാൻ അവളെ നിർബന്ധിക്കലാണ് എന്റെ ഉത്തരവാദിത്വം. അത് പാപമല്ലേ? പാപത്തേക്കാൾ ഭയങ്കരമാണ് അപമാനം. ഒരു കുഞ്ഞ് ബാസ്റ്റഡായി ജനിക്കുന്നതിനേക്കാൾ നല്ലത് ജനനത്തിന് മുമ്പേ മരിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാ, മൈന നിന്റെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായമാണ്. മറക്കുക. മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാണാൻ ശ്രമിക്കാതിരിക്കുക. ഇത് ഒരു റിക്വസ്റ്റ് അല്ല, കമാൻഡിംഗ് ആണ്. വൈകിട്ട് നാളെ രാവിലെ പോവാം. ഡോക്ടർ പൊക്കോളം പറഞ്ഞു. ബില്ല് ഞാൻ സെറ്റിൽ ചെയ്തു. എത്രയായി അർജുനേട്ടാ? അതൊന്നും നീ അറിയണ്ട. അറിയണം, എനിക്കത് തിരിച്ചു തരണം. എന്താ മൈന ഇത്? നമ്മൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ? ആളുകളുടെ മുന്നിലെങ്കിലും നീ എന്റെ ഭാര്യയല്ലേ? അല്ല, അങ്ങനെ ആവരുത്. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിൽ പേരുന്ന ഞാൻ അർജുനേട്ടന്റെ ഭാര്യയാവില്ല. ഇതൊക്കെ നമ്മൾ പലവട്ടം സംസാരിച്ചതാ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാ മരുന്നെടുത്ത് ബാഗിൽ വെച്ചേക്ക്. വൈകിട്ട് ചിലപ്പോ പോവാൻ പറ്റിയേക്കും. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. വേണ്ട അർജുനേട്ടാ, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതെന്താ പെട്ടെന്നൊരു മാറ്റം? പെട്ടെന്നല്ല, ആലോചിച്ചെടുത്ത തീരുമാനം അത്. അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്. അങ്ങനെ എടുത്തു പറയാൻ മാത്രം കാരണങ്ങളില്ല. ചില സംശയങ്ങൾ പറയാം.
ആരോടും ഇതുവരെ പറയാത്തത്. സ്റ്റെയർ കേസിൽ നിന്ന് ഞാൻ വീണത് എണ്ണ ചവിട്ടിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ എന്റെ കാലിൽ എണ്ണ ഉണ്ടായിരുന്നെന്ന് പിന്നീട് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞിരുന്നു. അത് അപ്പൊ എങ്ങനെങ്കിലും വീണതായിരിക്കാം. അതെ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. അതുകൊണ്ടല്ലേ തിരിച്ചു വീട്ടിലേക്ക് വന്നത്. അപ്പോഴൊക്കെ അർജുനേട്ടൻ ഉൾപ്പെടെ എല്ലാവരും അഭിനയിക്കുന്ന സ്നേഹം കാണുമ്പോ എനിക്ക് അമ്പരപ്പായിരുന്നു. അതൊക്കെ നിന്റെ തോന്നല മൈനെ. എല്ലാവർക്കും നിന്നെ ഇഷ്ടമാ. അർജുനേട്ടൻ എന്നെ ഇഷ്ടമാണോ? അതെ, എന്താ സംശയം?